So guys, welcome back to the gamer reaction here. So welcome to my channel. So നമ്മൾ ഇന്ന് കങ്കുവാടെ ട്രെയിലർ വന്നിട്ടുണ്ട്. സോ അതെങ്ങനെയുണ്ടെന്ന് നോക്കണം. അതുപോലെ തന്നെ സൂര്യയുടെ ഒരു 2-3 വർഷത്തെ കാത്തിരിപ്പാണ്. ഏകദേശം കുറേ വർഷങ്ങളായി സൂര്യ എങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. സോ ഡെഫിനറ്റ്ലി ഇത് അതിനൊരു കൈ കൊടുക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ നമുക്ക് എല്ലാവർക്കും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം. സോ നമുക്ക് എന്തായാലും ട്രെയിലർ കണ്ടു നോക്കാം. நம்ம வாழ்ற இந்த தீவுக்குள்ள எத்தனையோ மர்மங்க രാജ പ്രോബ്ലി പ്രസൻസ് വിഷ്വലാണ് കേട്ടോ. കറായി വിഷ്വലൊക്കെ അടിപൊളിയാണ്. വിഷ്വൽ ട്രീറ്റ് ആണ് ബെസ്റ്റ്. விட புரியாத மர்மம். ഇതുവരെ കണ്ടതിൽ VFX കുറച്ച് എന്തെങ്കിലും ഒരു ഡിസപ്പോയിൻറ്റഡ് ആണോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട് ഗായ്സ്. എനിക്ക് ആ ഒരു ഇതിന് മുമ്പ് നമ്മൾ ഇത് കണ്ടപ്പോൾ കുറച്ചൊരു ഒരുമാതിരി തോന്നുന്നു. എനിവേ നമുക്ക് ഫിലിമിൽ നല്ലൊരു സ്റ്റോറി പ്ലോട്ട് ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആവും. ബോബി ഡോൾ അനിമലിലെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. நடிப்பின் நாயகனான காய்ஸ். 10 என்ற சொட்டு சொட்டுறதுக்குள்ள கங்கு அங்க வரணும். സൗണ്ട് ரத்தமும் என் ரத்தமும் வெவ்வேறா? ഗായ്സ് ഇത് കരുണാസാണ് കേട്ടോ ഗായ്സ്. കരുണാസാണ്. എനിക്ക് കരുണാസിന് എന്തോ പറ്റണം കേട്ടോ ഗായ്സ്. அறுபட்டியன் சிரம் மண்டுண்டாலும் உருளும் உன் நெற்றியும் முழங்காலும் மண் தொடா மண்டீடா. ഗായ്സ് കൊള്ളാം ഗായ്സ്. ഗായ്സ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഗായ്സ് എനിക്ക് എൻ്റെ ട്രെയിലർ ഞാൻ കണ്ടായിരുന്നല്ലോ. വിഷ്വൽ ട്രീറ്റ് ഒക്കെ ഭയങ്കര രസമാണ്. VFXൽ ചെറിയൊരു എന്തോ ഒരു പിഴവ് പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു നിഗമനം. എൻ്റെ പോയിന്റ് ഓഫ് സൈഡാണ്. ആരും നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ക്യാമിയോയിൽ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലാസ്റ്റ് ഒരാളെന്തോ ക്യാമിയോ വരുന്നുണ്ട്. ആ ക്യാമിയോ വരുന്ന ആളാണെന്ന് എല്ലാവരും റൂമേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ കാർത്തി എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, നോക്കണം അതാരാണ് വരുന്നതെന്ന്. സോ വേറെ എനിക്ക് ആ ലാസ്റ്റ് പക്ഷേ ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. ആ കങ്കുവ എന്നുള്ള BGMൽ വരുന്നതൊക്കെ. പിന്നെ കുറേ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണ്. സോ എന്തായാലും ഇത് നമ്മൾ എന്തായാലും നല്ല തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. മേ ബി കാരണം എന്ന് വെച്ചാൽ എന്താ പറയാ, ആസ് എ പേഴ്സണലി എനിക്കെന്ന് പറയുമ്പം എനിക്ക് സൂര്യ സാറൊക്കെ ഒരു
പേഴ്സണലി എനിക്ക് പറയുകയാണെങ്കിൽ നല്ലൊരു ആക്ടിങ് സ്കില്ലുള്ള ഒരു ഇതാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ആക്ടിങ് സ്കിൽ എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്കിഷ്ടപ്പെട്ട അങ്ങേരെ ഒരു നല്ലൊരു എന്താ പറയുക ഈ ത്രില്ലിങ് ഗെയിംസ് ഒക്കെ ഗെയിംസ് സോറി ഗെയിമർ റിയാക്ഷൻ എന്നുള്ള പേരും വന്ന ഗെയിംസ് മാത്രമേ ഉള്ളൂ വായിൽ. ലൈക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ള ഫിലിംസ് ഉണ്ടല്ലോ, നമ്മളെ എന്താണ് അയൻ, സിംഗം ഫസ്റ്റ്. സോ ലൈക്ക് അതുപോലത്തെ കുറച്ച് ഇതൊക്കെ അഭിനയിക്കണം അങ്ങനത്തെ. സോ ഒരു ടൈം ഇതിപ്പം ഏകദേശം വരുന്ന സിനിമകളൊക്കെ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും കാപ്പാത്തി വരണ പോലെയൊക്കെയാണ് ഇപ്പോൾ സൂര്യയുടെ ഫിലിമൊക്കെ പോകുന്നത്. സോ അതുകൊണ്ടാണ് പറയുന്നത്.